ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ക്രൂശിൽ യാഗമായി തൻ ചോര ഊറ്റിയ എൻ പ്രേമകാന്തനെ ഞാനെന്നു കാണുമോ. ദേവദേവനെ, എൻ ത്യാഗവീരനെ, എൻ ജീവിത സുഖം നീ മാത്രമാകുന്നേ. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ഹല്ലേലൂയാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് തന്ന നല്ല ദിവസത്തിനായിട്ട് നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഈ നല്ല പ്രഭാതത്തിൽ അപ്പൻ്റെ പാദപിടിച്ചിലിരുന്ന് അങ്ങേ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ അറിയിപ്പാൻ ദൈവം അവിടുന്ന് സാവകാശം തന്നതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ഒപ്പം ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുള്ളതുപോലെ കാണുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞ്, ഞങ്ങളുടെ ഭാരങ്ങളും രോഗങ്ങളും വേദനകളും അറിഞ്ഞ് ഞങ്ങളെ സഹായിപ്പാൻ സർവശക്തൻ ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അരുമനാഥനെ ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം, ആയിരിക്കുന്ന ദേശം, പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരിക. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കണം. സമാധാനവും ദൈവകൃപയും തന്ന് വഴി നടത്തുമാറാകണം. ശത്രു ഞങ്ങളെ കാണാതെ, ദുഷ്ടപിശാച് ഞങ്ങളെ തൊടാതെ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും കാൽവരി ക്രൂശിലെ രക്തത്താൽ മുദ്രയിടേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമാധാനത്തോടെ സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗഖ്യവും സമാധാനം തന്ന് ബുദ്ധിയും ജ്ഞാനവും കൊടുത്ത് പഠനത്തെ മാനിച്ച് പരീക്ഷയിൽ കൂടെ ഇരുന്ന് നല്ല ജയമൊരുക്കി ശ്രേഷ്ഠകരമായി അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ അവരെ ദൈവകൃപയിലാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. ദൈവമായ കർത്താവ്, ഈ സമയം പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം ഒരുക്കിക്കാട്ട് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ ആഗ്രഹിക്ക് തുറന്നു കൊടുക്കേണ്ട മക്കൾക്ക് സ്വർഗത്തിലെ അപ്പത്തിനവരുടെ ആഗ്രഹം പറഞ്ഞ് സഹായിച്ചേ മതിയാകൂ. വഴി തുറന്നു കൊടുക്കണമപ്പ, ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറക്കണമപ്പ. അവിടുന്ന് പൈതങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെയും കർത്താവ് കാത്തോണേ. ആരോഗ്യത്തിലും കൃപയിലും സമാധാനത്തിലും സൂക്ഷിച്ചാട്ടെ. എല്ലാം നന്മയും ഒരുക്കി മാനിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹപ്രായമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കണേപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നടക്കുവാൻ തക്ക തുണയപ്പച്ചന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലി. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നതിൻ്റെ പുറകിലുള്ള എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന പൊന്നുമക്കളെ കർത്താവ് ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണമേ. ദൈവമേ അപ്പാ, തക്ക സമയത്ത് പൊന്നുകരം ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മക്കളുണ്ട് കർത്താവേ. പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ദൈവമായ കർത്താവെ, യാത്ര പോകുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ. ഓരോ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണേ. വാഹനയാത്ര, വഴിയാത്രയിൽ കൂടെ ഇരുന്ന് സഹായിക്കുവാൻ സർവശക്തൻ അവിടുന്നാകിയാൽ ആപത്തനത്തിൽ നിന്നും രോഗദുഃഖാതിൽ നിന്നും പരസ്യബാധകളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിടുവിച്ച് ഓരോ യാത്രകളിലും കർത്താപ്പച്ചും കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം കടഭാരമുള്ള മക്കളുണ്ട്, ഭവനമില്ലാത്ത മക്കളുണ്ട്. ഞങ്ങളവരെ ചേർത്ത് വയ്ക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ സർവ്വസമ്പന്നനാകിയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല ഭവനമൊരുക്കി സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ.
ഭവനം പണിയുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത എല്ലാ മക്കൾക്കും കർത്താവ് ഭവനം ഒരുക്കണമേ. കടഭാരമുള്ള മക്കളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി എൻ്റെ അപ്പച്ചൻ തീർത്ത് കൊടുക്കണമേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവെ, പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു നാഥ. ഈ സമയം ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. പുതിയ നന്മ അനുഗ്രഹം ഓരോരുത്തർക്കും കൊടുത്ത് കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ദൈവമായ കർത്താവ്, രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങൾ ഓരോ പ്രിയ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിലും ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. മനസ്സലിയണം, കരുണ കാണിക്കണം, പൂർണ്ണ സൗഖ്യം കൊടുക്കണം. സൗഖ്യം കാത്തു കിടക്കുന്ന തൻ്റെ മക്കളോട് മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ്, എന്നിൻ്റെ കൃപ ധാരാളമായി ഓരോ മക്കളുടെ മേലും പകരണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, യൂറിക് ആസിഡുള്ളവർ, റിയാക്റ്റിനുള്ളവർ, ഷുഗർ പ്രഷറും കൊളസ്ട്രോളുമുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, അപ്പം മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ, സ്തോത്രം 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 കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരപ്പാ, സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹിക്കവയ്യാത്ത വേദനകളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും ഓരോ മക്കളെയും വിടുവിക്കണേ അപ്പാ. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണമേ കർത്താവേ. എല്ലാ കാര്യവും ഭംഗിയായി തീർപ്പാൻ അപ്പച്ചൻ്റെ കൃപ കൊടുക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൻ്റെ മക്കളോട് മനസ്സലിയണം, കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമയം വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പച്ചൻ്റെ പക്കലാണ്. ദാനമായി കൊടുത്ത് ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം 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 കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ആമേൻ. ദൈവമായ കർത്താവേ, യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും വിടുവിക്കണമേ. ഞങ്ങളുടെ ഓരോ രാജ്യത്തെയും കാത്തോണേ കർത്താവേ. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ഭരണാധികാരികളെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം, സഹായിക്കണം, കൃപയിൽ പൊതിനം കൂടെയിരിക്കണം. ദൈവനാമം മഹത്വപ്പെടാൻ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.